നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിൽ ഈശോയുടെ രണ്ടാം വരവിന് മുമ്പായി സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അപ്പസ്തലൻ നൽകുന്നത് വായിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം വായിക്കാവോ? ഉറക്കെ വായിച്ചു. ആരും നിങ്ങളെ ഒരു തരത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിലും കർത്താവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് യുഗാന്ത്യത്തെ അല്ലെങ്കിൽ ഈശോയുടെ രണ്ടാം വരവിനെ സംബന്ധിക്കുന്ന പ്രബോധനങ്ങൾ നൽകുമ്പോൾ സഭ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. ഇതാണ് മതബോധന ഗ്രന്ഥം ഉപയോഗിക്കുന്ന വാചകം. തിരുസഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ, ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ? തിരുസഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും. അപ്പോൾ അതൊരു ഗ്രേറ്റ് ട്രയൽ, ട്രിബുലേഷൻ, ആ അന്തിമ പരീക്ഷണ ഘട്ടം. അവിടെ ആ പരീക്ഷണ ഘട്ടത്തിൽ ദൈവവചനം പറയുകയാണ്, വിശ്വാസത്യാഗം ഉണ്ടാവും. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ജനം വ്യതിചലിക്കും, പുരോഹിതർ വ്യതിചലിക്കും, സമർപ്പിതർ വ്യതിചലിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വായിക്കാം. ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും, അടുത്ത വാചകം, നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും. അതാണ് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, അരാജകത്വത്തിൻ്റെ മനുഷ്യൻ. 4-ാമത്തെ വാക്യം വായിച്ചേ. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അത് എതിർ ക്രിസ്തു ചെയ്യുന്നതാണ്. അടുത്തത്, അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ ഗൗരവമായിട്ട് എടുത്തോണം. എന്താണ് എതിർ ക്രിസ്തു? ആരാണ് അത്? പിശാചാണോ മനുഷ്യനാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ ആൻറ്റി ക്രൈസ്റ്റ് പിശാചായിരിക്കുമോ മനുഷ്യനായിരിക്കുമോ? പിശാചല്ലത്. അതാരാ? അത് മനുഷ്യനാണ്. അതൊരു മനുഷ്യനാണ്. മനസ്സിലായോ? മാനവകുലത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു മനുഷ്യനാണ് എതിർ ക്രിസ്തു. ഇപ്പോൾ പോട്ടെ, നമുക്ക് ഇതുപോലൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുന്ന പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും, എങ്കിലും സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എതിർ ക്രിസ്തു എന്ത് ചെയ്യും? അവൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം സൂക്ഷിച്ച്, ദൈവം, ദൈവപുത്രൻ, ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നതെല്ലാം സൂക്ഷിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അടുത്തത് വായിച്ചേ, 5-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ അരൂപി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തെ മാനിക്കാത്ത, ദൈവിക സമ്പ്രദായങ്ങളെ മാനിക്കാത്ത, ദൈവിക വ്യവസ്ഥകളെ മാനിക്കാത്ത, ദൈവത്തിൻ്റെ വഴികളെ മാനിക്കാത്ത, അതിന് പകരം ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു അരൂപി അതിപ്പോഴേ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി അടുത്ത വാക്യം. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. അടുത്തത് കർത്താവായ യേശു. പക്ഷെ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കർത്താവായ യേശു തൻ്റെ വായിലെ നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ. അപ്പോൾ ആരാണ് ഒടുവിൽ വാഴാൻ പോകുന്നത്? യേശു. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട. കർത്താവിൻ്റെ വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകും എന്നോർത്ത് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ആരാണ് ആത്യന്തികമായി വിജയം നേടുന്നത്?
യേശു, കർത്താവായ യേശു ക്രിസ്തു. അടുത്ത വാചകം വായിച്ചേ. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം, അതായത് ഏത് ക്രിസ്തുവിൻ്റെ ആഗമനം വളരെ സൂക്ഷിച്ചോണം. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ഉടനെ ഓടരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാചകമാണ് വളരെ, അത് പറയാൻ ഒരു പ്രേരണ കിട്ടിയപ്പോഴാണ് അവിടെ നിന്നാണ് ഇത് മുഴുവൻ ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി വരുന്നപ്പോൾ പൊള്ളച്ചനോട് ചോദിച്ചു, എന്താണിത് ജെറുസലേമിൽ പറയുന്നത്, ഇന്ന് എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് ഒരു തീരുമാനം ഇതുവരെയും കിട്ടിയിട്ടില്ല. അതവിടെ കയറുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ കയറുന്ന സമയത്ത് ചിലപ്പോൾ അത് വരും. അങ്ങനെയാണത്, അത് വരും. അത് അപ്പോൾ എന്താന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 4-5 മണിക്കൂറുണ്ടല്ലോ വണ്ടിയിൽ, എന്നാലും അത് കിട്ടിയില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് കിട്ടിയത്. വന്നപ്പോൾ കിട്ടിയത് എന്താണ്? ഈ വചനമാണ് കിട്ടിയത്. ഈ വചനം ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ അതിൻ്റെ പശ്ചാത്തലമായി ബാക്കി എല്ലാ വചനവും പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കണം. എന്താണ്? വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ. അടുത്ത വാചകം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ച്. സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് ഇതിലേക്ക്, ഈ വാക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുന്നതിന് മുമ്പ് അടുത്ത ഭയാനകമായ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകമാണ് അടുത്ത വാചകം. വളരെ ശ്രദ്ധിച്ച് വായിച്ച്. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ആരിൽ? അപ്പൊ ഇവിടാണ് പ്രശ്നം. ഇത് വായിച്ചപ്പോൾ എൻ്റെ ചങ്കടിച്ചത് ഈ വചനം വായിച്ചപ്പോഴാണ്. ഈ ഭാഗം എത്തിയപ്പോൾ ഞാൻ ശരിക്കും വിറങ്ങലിച്ച് നടുങ്ങി. ദൈവമേ, എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്, വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണോ പിശാചാണോ? സാമാന്യ അർത്ഥത്തിൽ. അതായത് ഒരു കാര്യം തെറ്റ്, നുണ വിശ്വസിക്കാൻ, ഏതാൻ തോട്ടം മുതൽ നുണ വിശ്വസിക്കാൻ ആദി മനുഷ്യരെ പ്രേരിപ്പിച്ച ആ കാലം മുതൽ നുണ വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ബൈബിളിൽ നമ്മളെ നടുക്കി കളയുന്നൊരു പരാമർശമാണിത്. വ്യാജമായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം പിശാചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടാണ് നമ്മൾ ദൈവമക്കൾ ഭയപ്പെടേണ്ടത്. ഇവിടാണ് പിശാചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആരാണ്? തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ആരാണ് ഉണർത്തുന്നത്? ദൈവം ഉണർത്തുമെന്ന്. ആ ദൈവം അവരിൽ ഉണർത്തുമെന്ന് പറഞ്ഞാൽ അവരിൽ ആരുണർത്തും? തെറ്റ് വിശ്വസിക്കാൻ ആര് പ്രേരിപ്പിക്കുമെന്നാ പറഞ്ഞേ? ചേച്ചി, എനിക്കും ഇത് ചേച്ചി പറയുന്ന പോലെ തന്നെ വിഷമം ഉണ്ടായിരുന്നത് വായിച്ചപ്പോൾ. ഇത് ആര് ഇത് എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ വചനമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. കോന്നെ, ആര് ആരാണ് ഈ തെറ്റ് വിശ്വസിക്കാൻ അങ്ങനെ ഒരു മിഥ്യാബോധം അവരിൽ ഉണർത്തും? ആര്? ദൈവമെന്ന്. എൻ്റെ ദൈവമേ, ദൈവം ഉണർത്തുമെന്ന്. വ്യാജമായ, നിങ്ങൾ ഒന്നുകൂടെ വായിച്ചോ, സംശയമുള്ള ആരെങ്കിലും ഉണ്ടേ ഒന്നുകൂടെ വായിച്ചോ. ഞാൻ പലതവണ വായിച്ചോ, നിങ്ങൾ വായിച്ചോ. വ്യാജമായത്, അതായത് തെറ്റ് വന്നിട്ട് ഈ എതിർ ക്രിസ്തുവിൻ്റെ അരൂപി തെറ്റ് വന്ന് പഠിപ്പിക്കുമ്പോൾ ആ തെറ്റ് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രതീതി ആരുണർത്തും? നിങ്ങൾ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട. ആരുണർത്തും? അപ്പോൾ ദൈവം ഈ ആളുകളിൽ, ഈ ജനത്തിൽ അങ്ങനെ ഒരു പ്രതീതി ഉണർത്തും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എങ്ങനെയുള്ള മനുഷ്യരിലാണ് ഈ തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം ഉണർത്തുന്നത്? അതായത് ദൈവം തന്നെ അങ്ങ് കൈവിട്ട് കളയും. അവർ ഈ തെറ്റ് വിശ്വസിക്കട്ടെ എന്ന് ദൈവം തന്നെ അങ്ങ് ചിന്തിക്കും. ആരിലാണ്? നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഈ കാക്കിരി പൂക്കിരി കേട്ടിട്ട് പോയാൽ പോരാ. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ, വചനം പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ, ആ ആളുകളിൽ ദൈവം തമ്പുരാൻ തന്നെ ഒരു മിഥ്യാബോധം ഉണർത്തും. തെറ്റ് വിശ്വസിക്ക്,
നിങ്ങൾ തെറ്റ് വിശ്വസിച്ചോ, നിങ്ങൾ എന്നാ വേണേലും വിശ്വസിച്ചോ, എന്നിട്ട് ആ വഴിക്ക് പൊക്കോ, പോയി നശിച്ചോ. അങ്ങനെ ദൈവം അവരിൽ ഉണർത്തും. അതാരാണെന്നറിയാമോ? അതായത് വളരെ സൂക്ഷിച്ച് ഞാൻ വായിക്കുന്നത് കേൾക്കുക. സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ച് പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതി. അല്ലെന്നറിയാമോ? അതായത് നിങ്ങളിത് ശ്രദ്ധിക്കണം. അത് ഈ അരൂപി ഇപ്പോൾ സഭയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കണം. അതായത് ഒരു കൂട്ടം ആളുകൾ, അവർക്ക് എന്ത് മതി? സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാനുള്ള ഒരു സുവിശേഷം വേണ്ട. ഒരു കൂട്ടം ആളുകൾ, അവർക്ക് എന്ത് മതി? അവർക്ക് ഈ വചനം എത്ര തവണ എഴുതിയാൽ സൗഖ്യം കിട്ടും, അത് മതി. അവർക്ക് ഈ വചനം എത്ര തവണ ചൊല്ലിയാൽ സൗഖ്യം കിട്ടും, അത് മതി. അവർക്ക് ഏത് വചനം ആവർത്തിച്ച് ചൊല്ലിയാൽ കാനഡയ്ക്ക് പോകാം, അത് മതി. അല്ലാതെ ഈ വചനം വായിച്ച് യേശുവിനെ അറിഞ്ഞ് യേശുവിൽ ആഴപ്പെട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു സുവിശേഷം വേണ്ടാത്തവർ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവരിൽ തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ഉണർത്തുന്നത് പിശാചല്ല, ദൈവമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവര് ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ വഴിതെറ്റിക്കപ്പെടും. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ദൈവവചനത്തെ കച്ചവടത്തിനുള്ള സാധനം മാത്രമാക്കിയ ആളുകൾ, ദൈവവചനത്തെ ബ്രദറെ ഈ വചനം എത്ര തവണ എഴുതിയാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ പറയുകയാണ് ഈ വചനം 100 തവണ നിങ്ങൾ എഴുതുക, നിങ്ങളുടെ ആ കാര്യം നടക്കും. ഇങ്ങനെയുള്ള ഒരു അരൂപി, മനസ്സിലായോ? ബൈബിൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് കുറച്ച് വചനം കിട്ടിയാൽ ആ വചനം മാത്രം കാണാതെ ഒരു 100 തവണ പറഞ്ഞിട്ട് നമുക്ക് ഈ കാര്യം നടത്താം. അല്ലാതെ വചനം വായിക്കില്ല. ഉറങ്ങാണോ? ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, ഉറങ്ങാണോ? ഞാൻ ഇങ്ങോട്ട് നോക്കി ഉറങ്ങാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരാൾ ഉറങ്ങിയതാണ് എൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. അതായത് ഈ അരൂപി ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? യെസ് ഓർ നോ? അതായത് കാര്യസാധ്യത്തിനുള്ള വചനം മതി, കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥന മതി, കാര്യസാധ്യത്തിനുള്ള ഭക്തി മതി. അല്ലാതെ അടങ്ങിയിരുന്ന് ദൈവവചനം വായിക്കാനോ പഠിക്കാനോ മനസ്സില്ലാത്ത ഒരു കൂട്ടം വളർന്നു വരുന്നുണ്ട്. യെസ് ഓർ നോ? അവർക്ക് എന്താ സംഭവിക്കാൻ പോണേ? ഒടുവിൽ അവർ തെറ്റ്, ഈ എതിർ ക്രിസ്തു പഠിപ്പിക്കുന്ന സകല തെറ്റും അവർ വിശ്വസിക്കും. സത്യം വിശ്വസിക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ ഹൃദയം അടഞ്ഞു പോകും. അതായത് ദൈവവചനത്തെ ഈ ലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്ന ഒരു ജനത ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ നുണ വിശ്വസിച്ച് നുണയുടെ പിതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദൈവമക്കള് അറിഞ്ഞിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവവചനം സത്യസന്ധമായിട്ട് പഠിക്കേണ്ട ആവശ്യകത എന്താ? അത് ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആർക്കാണ് വഴി തെറ്റുന്നത്? വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം അറിയാത്തവന് വഴിതെറ്റും. വചനം ശ്രദ്ധിക്കാത്തവന് വഴിതെറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം പറയുന്നു, പരിശുദ്ധ അമ്മ പറയുന്നു, വിശുദ്ധർ പറയുന്നു, മിഖായേൽ പറയുന്നു, അന്തോണീസ് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരും. ഇതാ ഇവിടെ ക്രിസ്തു, അവിടെ ക്രിസ്തു, ഇതാ ഇവിടാണ്, ഇതാണ് അഭിഷേകം, അതാണ് അഭിഷേകം, ഇതാണ് അഭിഷേകം എന്ന് പറഞ്ഞ് 100 പേര് വരും. വരുന്ന സമയത്ത് എൻ്റെ ചോദ്യം, ഏതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമെന്ന് ഒരു ദൈവ പൈതൽ എങ്ങനെ അറിയും? എങ്ങനെ അറിയും? എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് രാത്രി, ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തിന് പോകും. ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാസമയത്ത് തിരുവനന്തപുരത്ത് എത്തും. രാത്രി 2 മണിയാന്ന് കൂട്ടിക്കോ. ഞാൻ രാത്രി 2 മണിക്ക് എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ചെല്ലും. അവിടെ ചെന്നിട്ട്, ഉദാഹരണമാണ്, ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ടൊന്നുമല്ല പോണത്, ഉദാഹരണം. അപ്പോൾ അവിടേക്ക് ഞാൻ ചെല്ലുന്നു. ചെന്നിട്ട് ഞാൻ വിളിക്കുന്നു, അമ്മ. കതകിന് തട്ടി വിളിക്കുകയാണ്, അമ്മ, അമ്മോ. ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ അകത്ത് നിന്നുകൊണ്ട് പറയും, കള്ളൻ, കള്ളൻ, നാട്ടുകാരെ ഓടി വരണേ, കള്ളൻ എന്ന് പറയുമോ? നിങ്ങൾ പറ. എന്തുകൊണ്ട് പറയില്ല? ഉടനെ എൻ്റെ അമ്മ അകത്ത് നിന്ന് പറയും, അയ്യോ മോനെ എന്ത് ഈ സമയത്ത് എന്ന് ചോദിച്ചിട്ട് വന്ന് കതക് തുറക്കും. അകത്ത് ചോദിക്കും, അതാ മോൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും. എൻ്റെ ചോദ്യം, രാത്രി ആ സമയത്ത് കുറ്റാക്കൊരുട്ട് ബോധവും വെളിവില്ലാതെ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ചെന്ന് എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാനാണ് പുറത്തെ ഇരുട്ട് നിൽക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്?
പറയൂ, എന്നോട് പറയൂ തൃശ്ശൂർക്കാരെ, നിങ്ങൾ പറയൂ. എൻ്റെ സ്വരം കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞാനാണെന്ന്. സ്വരം കേട്ടപ്പോൾ പറ 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 പന്നൊക്കെ തിന്നല്ലേ പറ. അതാണ് കാര്യം. എന്താണ്? 1000 തവണ എൻ്റെ സ്വരം അമ്മ കേട്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ അമ്മയ്ക്കറിയാം ഇതെൻ്റെ മകനാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എൻ്റെ സ്വരം ഒരുപാട് തവണ ആവർത്തിച്ച് എൻ്റെ അമ്മ കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഞാനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾക്കത് മനസ്സിലായോ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. എന്താണ്? ഒരു കാര്യം ദൈവമാണ് പറയുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മുമ്പിൽ നിൽക്കുമ്പോൾ, ഇത് ദൈവമാണോ പിശാചാണോ അന്ത്യക്രിസ്തുവാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം ഫെമിലിയർ അല്ലെങ്കിൽ, പരിചിതമല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം കഴിഞ്ഞ 10,000 വർഷങ്ങളായി മാനവകുലത്തോട് സംസാരിച്ചത് മുഴുവൻ, ആ സ്വരം മുഴുവൻ കെട്ടി ബൈൻഡ് ചെയ്ത് തുന്നിക്കെട്ടി പുസ്തകമാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ സ്വരം വായിച്ച് 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 പരിചയമില്ലാത്ത സകലരും ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ വഴിതെറ്റിക്കപ്പെടും. മനസ്സിലായോ? ദൈവവചനം അറിയാത്തവർ ഈ സ്വരത്തെ ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് തെറ്റിദ്ധരിക്കും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ചക്കയും മാങ്ങയും നോക്കിയിരിക്കാതെ, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം എന്താണെന്ന് തിരിച്ചറിയണം. ദൈവമാണോ സംസാരിക്കുന്നത് അത് തിരിച്ചറിയണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ ഗൗരവതരമായ വചന വായനയിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ അടങ്ങിയിരുന്ന് വചനം വായിക്കണം. ഈ വചനം വായിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, കല്യാണം നടക്കുമെന്ന് ഓർത്ത് അതൊക്കെ അത് തെറ്റാണോ? തെറ്റല്ല. അതൊന്നും തെറ്റല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഉടനെ അത് തെറ്റാണോ? തെറ്റല്ല. അല്ലേ? ആരെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ തെറ്റാണോ? തെറ്റല്ല. അതെല്ലാം തുടക്കമാണ്, തുടക്കം. അതിനപ്പുറത്ത് ഈ സൗഖ്യം കിട്ടിയവർ, സമാധാനം കിട്ടിയവർ, അനുഗ്രഹം കിട്ടിയവർ മുഴുവൻ കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിലേക്ക് വളരാനുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി, കർത്താവേ വചനത്തിൻ്റെ ശക്തമായൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണേ. വചനം മനസ്സിലാക്കാൻ നന്നായിട്ടൊരു 10 പേര് കേൾക്കട്ടെ. സ്തുതിച്ചേ ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിച്ചേ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ എന്ന് വിളിച്ച ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അന്തിമ പരീക്ഷണ ഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് നമ്മൾ വഴിതെറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആര് നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. ഈ വചനത്തിൽ നിന്ന് ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വിശ്വസനീയമായ വിധത്തിൽ അവതരിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മകൾ സഭയിലാകമാനം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ദൈവജനത്തിന് വഴിതെറ്റും. ദൈവജനം പറയും അത് സത്യമല്ലേ, ഇത് സത്യമല്ലേ, വഴിതെറ്റും. നിങ്ങളെ ഇങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞു തരാൻ എപ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോന്നും അത് സത്യമാണ്, ഇങ്ങനെ നമുക്ക് ആളെ കിട്ടില്ല. ആരുടെ അടുത്ത് പോയാൽ മനസ്സിലാക്കും? നിങ്ങളെ ഒറ്റയ്ക്കായിരിക്കും ആളുകൾ സമീപിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കും നിങ്ങളോട് മനുഷ്യർ സംസാരിക്കുന്നത്. ഇത് സത്യമാണോ വ്യാജമാണോ എന്നറിയാൻ നിങ്ങൾക്ക് ഒരാളോട് വിളിച്ച് ചോദിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ വഴിതെറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ അറിവ് തെറ്റിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? സത്യത്തെ സ്നേഹിക്കുകയാൽ നിത്യരക്ഷ പ്രാപിക്കാനുള്ള വഴിയാണ് സത്യം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നിത്യജീവൻ കിട്ടാൻ നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇനി നമുക്ക് ആരാധനയ്ക്ക് വരെയുള്ള സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. അതായത് നമുക്ക് വചനമൊക്കെ പ്രസംഗിക്കാൻ വളരെ മോശപ്പെട്ടൊരു സമയമാണ് ഈ ബന്നൊക്കെ തിന്നിട്ടിരിക്കുന്ന സമയം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അതൊക്കെ ഒന്ന് കണക്കിലെടുത്ത് വേണം ഇരിക്കാൻ. എന്ന് പറഞ്ഞാൽ നല്ലപോലെ അങ്ങ് ചാരി അങ്ങ് ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഇത്തിരി നേരം കഴിയുമ്പോൾ നിങ്ങൾ വാച്ച ഇങ്ങോട്ട് പോരച്ച, ഇങ്ങ് പോരച്ച, ഇങ്ങ് വാച്ച എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ സീരിയസ് ആയിട്ട് വിളിക്കുന്ന, സ്നേഹം കൊണ്ട് വിളിക്കുന്ന അതോർത്ത് ഞാൻ വരുമ്പോഴാണ് നിങ്ങൾ പിന്നെയും പോരച്ച എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന് നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മനുഷ്യർക്ക് സാധാരണയായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം നിവാരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാവോ? എല്ലാവരും നോക്കി എന്നെ ഒന്ന് വലതുകരം ഉയർത്തിക്ക്, ഒന്ന് കൈവീശിക്ക്, അടുത്തിരിക്കുന്ന നല്ല തൊള്ളയും തട്ടിക്ക്. ഉറങ്ങുമല്ലോ എന്ന് ചോദിച്ചേ, ഉറങ്ങുമല്ലോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുമല്ലോ എന്ന് ചോദിച്ചേ, ഒന്ന് ചോദിച്ചൊന്നോട് ചോദിച്ചേ ഉറങ്ങുമല്ലോ.
ആ കിട്ടിയ മൂച്ചിന് നല്ലപോലെ കടിക്കാതെ ഉറങ്ങുമല്ലോ, പതുക്കെ പതുക്കെ ഉറങ്ങുമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, അതായത് നമ്മൾ ഈ മനുഷ്യർക്കുള്ളൊരു തെറ്റിദ്ധാരണ, അച്ഛൻ ഇപ്പം പറയുന്ന ഈ സ്വർഗത്തെ നോക്കി ജീവിക്കണം, നിത്യതയെ നോക്കി ജീവിക്കണം, കർത്താവ് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ജീവിക്കണം എന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ ആരോടാ പറയുന്നത്? ഞങ്ങളുടെ പ്രയാസമൊക്കെ നിങ്ങൾ ഈ വലിയ സ്വർഗത്തിൻ്റെ സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്, ഞങ്ങൾക്ക് 100,000 കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ആരോട് പറയും? അതൊക്കെ ഞങ്ങൾ കർത്താവിനോട് പറയണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജീവരക്തം കൊണ്ട് ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടപ്പോൾ. അതായത് അത്രയും ദൈവം ഓരോരുത്തരും സാക്ഷ്യം പറഞ്ഞേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഒരുപാട് ആളുകൾക്ക് വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കരുത് ഞാനിതൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെന്ന്. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നതിനോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ട്? നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങളുടെ മക്കളെല്ലാം കാനഡ പോകണമെന്നും അങ്ങനെ കാനഡ നശിക്കണമെന്നും അങ്ങനെയല്ല, അങ്ങനെ കാനഡ രക്ഷപ്പെടണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം, അല്ലേ? പണ്ട് നമ്മുടെ വികാരിയച്ഛൻ വിശുദ്ധ നാട്ടിൽ പോയി. വികാരിയച്ഛനോട് പള്ളിയിലെ യൂത്തിന് ഭയങ്കര പിണക്കമായിരുന്നു. അപ്പോൾ യൂത്ത് വികാരിയച്ഛൻ പോയ തക്കത്തിന് വികാരിയച്ഛൻ വന്നിറങ്ങിയപ്പോൾ പള്ളിയുടെ പറമ്പിലെ ഭിത്തിയിലെല്ലാം നോട്ടീസ് അടിച്ചെഴുതി വെച്ചു, ഞങ്ങളുടെ വികാരിയച്ഛൻ വിശുദ്ധ നാട്ടിൽ പോയി, വിശുദ്ധ നാട് അശുദ്ധമാക്കിയിട്ട് ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി നന്നാക്കുവോ മോശമാക്കുമോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതായാലും പിന്നെ നമ്മുടെ മക്കളെല്ലാം കാനഡയിൽ പോകണം, എല്ലാവരും നല്ല നല്ല രാജ്യങ്ങളിൽ പോകണം, അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. കാരണം അറിയാം, മൈഗ്രേറ്റ് ചെയ്യപ്പോയ ഒരു കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടെ വിശ്വാസമുണ്ട്. ഇപ്പോൾ അയർലൻഡിൽ, ഓസ്ട്രേലിയയിൽ, UK-യിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ ഇങ്ങനെയൊക്കെ പോയി ജീവിക്കുന്ന മക്കൾക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു തലമുറയ്ക്ക്, അടുത്ത തലമുറയുടെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ, ഇപ്പോൾ പോയതിനൊക്കെ തൽക്കാലം വിശ്വാസമുണ്ട്. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. അതൊന്നും തെറ്റല്ല, നമ്മൾ ലോകത്തെവിടെ ജീവിച്ചാലും ഒരുപോലെയേ ഉള്ളൂ. അതായത് സ്വർഗത്തിലേക്കുള്ള ദൂരം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരുപോലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗത്തിലേക്കുള്ള ദൂരം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എല്ലാം ഒരുപോലാണ്. മനസ്സിലായല്ലോ? എല്ലായിടത്തു നിന്നും ഒരുപോലാണ്. അല്ല അമേരിക്ക പോയാൽ മാത്രം സ്വർഗത്തിലേക്കുള്ള ദൂരം കുറയുമെന്ന് ആരും വിചാരിക്കാതിരുന്നാൽ മതി. ലോകത്തെവിടെ താമസിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുഗ്രഹമൊക്കെയാണ്. അത് വിട്ടേക്കുക. എന്നെ ശ്രദ്ധിക്കാവോ? നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറും? നമ്മൾ ഈ സ്വർഗം നിത്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഭൗതിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറും? ഇതെന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഒരു കാര്യത്തിൽ എൻ്റെ ഹൃദയം ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ഇച്ചിരി രക്തം എടുത്ത് എൻ്റെ ഈ വിരൽ കൊണ്ട് ഞാൻ എഴുതി തരാം. അതായത് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? ചോദിക്കുവിൻ, പോരട്ടെ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ? അത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനല്ല പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നാണ് അതിൻ്റെ അവസാന ഭാഗം. വായിച്ചാൽ മതി. അത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുവിൻ കിട്ടും, പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുവിൻ കണ്ടെത്തും, പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടുവിൻ തുറക്കപ്പെടും. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കാൻ ഈശോ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതൊന്നും പ്രാർത്ഥിക്കണ്ടേ? ഇതൊക്കെ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്തോ? ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. അതായത് യേശുവിനെ കുറിച്ച് എന്നെ വിശ്വസിച്ചോ? 16 കൊല്ലം രാപകലില്ലാതെ സുവിശേഷം പറഞ്ഞ് അലഞ്ഞു നടന്നൊരുത്തം പറയുകയാണ്, എന്നെ വിശ്വസിച്ചോ? നമ്മൾ കർത്താവായ യേശുവിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ഈശോയുടെ 2ാം വരവിനെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, ആത്മാവിൻ്റെ നിത്യരക്ഷയെക്കുറിച്ച് മാത്രം, വേറൊന്നും അറിയണ്ട. ഇതിനെക്കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്കെൻ്റെ ഈശോയെ കൂടുതൽ അറിഞ്ഞാൽ മതി. എനിക്കെൻ്റെ കർത്താവിൽ കൂടുതൽ ആഴപ്പെട്ടാൽ മതി. ഇങ്ങനെ ഒരു ദാഹം, ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് രൂപപ്പെട്ടാൽ, നിങ്ങൾ ദൈവത്തെ അതുപോലെ അങ്ങ് ഫോക്കസ് ചെയ്താൽ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത് എനിക്ക് വിഷയമല്ല, എനിക്കെൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി, എനിക്ക് നിത്യത മതി, എനിക്ക് എൻ്റെ ഈശോയോട് ഒന്നായ മതി എന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടിയാൽ, എന്നെ കേട്ടോ കിട്ടിയാൽ, ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ മൗണ്ട് കാർമൽ ഏലിയായുടെ മലയാണ്. അവിടെ ഞങ്ങൾ ഏലിയായുടെ ഒരു രൂപം വരച്ചു വെച്ചിട്ടുണ്ട്. ഏലിയ ആ നാട്ടിലെ ഏറ്റവും ഭീകരനായ രാജാവിൻ്റെ മുമ്പിലെത്തി. ഇസ്രായേൽ രാജാക്കന്മാരുടെ രാജപരമ്പരയുടെ ചരിത്രം പരിശോധിച്ചാൽ കിരാതനും അധമനും നീചനും നിന്ദനുമായ ഈ നികൃഷ്ട ജന്മം ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എണ്ണിയാലൊടുങ്ങാത്തതായിരുന്നു. ആഹാബ് എന്ന രാജാവും
അതിക്രൂരയായ, മനുഷ്യരെ വേദനിപ്പിക്കുന്നതിലും കൊല്ലുന്നതിലും ആനന്ദം കണ്ടെത്തിയ, പ്രവാചകന്മാരെ വേട്ടയാടിയ ജസബൽ എന്ന വെളിപാട് പുസ്തകത്തിൽ ഇത്രയും നീച ജന്മമെന്ന് വെളിപാട് പോലും വിശേഷിപ്പിക്കുന്ന ജസബലായിരുന്നു അയാളുടെ ഭാര്യ. ആഹാബും ജസബലും കൂടി ആ രാജ്യത്തെ അരാജകത്വത്തിൻ്റെ അങ്ങേയറ്റത്തേക്കും അധപതനത്തിൻ്റെ ആഴത്തിലേക്കും തള്ളിയിട്ട് ദേശത്ത് തിന്മ പെരുകി. പ്രവാചകനായ ഏലിയ ഒരിക്കൽ ആഹാബിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നീയാണ് ഇസ്രായേലിന് കഷ്ടം വരുത്തിയത്, നിന്റെ തിന്മ മൂലമാണ് ഇസ്രായേലിന് ദോഷം വന്നത് എന്ന് പ്രവാചകൻ പറയുന്ന വിധത്തിൽ എല്ലാ അർത്ഥത്തിലും അധമനായി ജീവിച്ച്, ദൈവത്തെ വെറുപ്പിച്ച്, ദൈവത്തിന് മുമ്പ് നീചമായ പ്രവൃത്തികൾ ചെയ്ത്, അങ്ങനെ ദേശം മലിനമാക്കിയ കിരാതനും നികൃഷ്ടനുമായ മഹാ അധമനായ മഹാക്രൂരനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ തിഷ്ബ്യനായ ഏലിയ, അക്കാലത്ത് തിഷ്ബ്യനായ ഏലിയ ആ രാജാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ രാജാവിനെയും സാമ്രാജ്യത്തെയും ആ രാജവാഴ്ചയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വാചകം പറഞ്ഞു. നന്നായി ശ്രദ്ധിക്കുക. അയാൾ പറഞ്ഞ വാചകം ഇതാണ്: ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. നിങ്ങൾ ഓർക്കണം, ഒറ്റയാൾ സിംഗിൾ ഹാൻഡഡ്, ഒറ്റയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു രാജ്യം, ഒരു സാമ്രാജ്യം, ഒരു ഗവൺമെൻറ്. അതായത് ഒരു സെക്കൻഡ് ഈ രാജാവെന്ന് മനസ്സ് വെച്ചാൽ ഈ പ്രവാചകനെ എല്ലും തോലുമായ, വെട്ടുക്കിളിയും കാട്ടുതേനും തിന്ന് ഭക്ഷിച്ച, തോല് കൊണ്ട് വസ്ത്രമുണ്ടാക്കിയ, മരുഭൂമികളിൽ ജീവിച്ച, എല്ലും തോലുമായ അലഞ്ഞു നടന്ന ഈ പ്രവാചകനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ, തുടച്ചു മാറ്റാൻ കഴിവും കെൽപ്പും പ്രാപ്തിയുമുള്ള അധികാരമുള്ളൊരു രാജാവിൻ്റെ മിഴിമുനത്തുമ്പിലേക്ക് ആരോപണത്തിൻ്റെ വിരൽ ചൂണ്ടിയിട്ട്, അയാളുടെ നെറുകയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഈ പ്രവാചകൻ, ഈ കൃഷഗാത്രൻ, ഈ സൂക്ഷ്മ ശരീരൻ അയാൾ പറഞ്ഞു, രാജാവേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. ഞാൻ പലവട്ടം ആലോചിച്ച് നോക്കി, ഇയാൾക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? അയാൾ പറഞ്ഞ വാചകത്തിനകത്ത് ആ ധൈര്യമുണ്ട്. എന്നെ ശ്രദ്ധിക്കാവോ? ഒരുപാട് സ്വരം എടുക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാവോ? അതായത് അയാൾ പറഞ്ഞ വാചകത്തിനകത്ത് ആ രഹസ്യം കിടപ്പുണ്ട്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്ന എങ്ങനെയാണ്? ദ ലോർഡ് ബിഫോർ ഹൂസ് ഫേസ് ഐ സ്റ്റാൻഡ്. ഏലിയ പറഞ്ഞത് ഇതാണ്: രാജാവേ, എനിക്കിത് പറയാനുള്ള ധൈര്യമുണ്ട്. എവിടുന്ന് ആ ധൈര്യം എന്നറിയാമോ? ഞാൻ നിൽക്കുന്നത് ആരുടെ മുഖപ്രകാശത്തിന് മുമ്പിലാണോ ആ ദൈവത്തിൻ്റെ ബലത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവത്തെ മാത്രം നോക്കി, ദൈവത്തെ മാത്രം ശരണം വെച്ച്, ദൈവത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞ്, ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച്, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച്, ദൈവത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ച്, അങ്ങനെ ഏകാഗ്രമായിട്ട് ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് നയിച്ച ഏകജാതനായ യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് അങ്ങനെ ഏകാഗ്രമായിട്ട് ജീവിച്ചപ്പോൾ പിന്നെ അടുത്ത 3.5 കൊല്ലത്തേക്ക് അവിടെ മഴ പെയ്തില്ല. എല്ലാവരും പട്ടിണി. ആടുമാടുകൾക്കും കന്നുകാലികൾക്കും പോലും ഭക്ഷണമില്ലാതെ അവ ചത്തൊടുങ്ങി, കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വളരെ അരാജകത്വത്തിൻ്റെയും പട്ടിണിയുടെയും ക്ഷാമത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നാളുകൾ ഭീതിതമായ ഓർമ്മകളുമായി തലയ്ക്ക് മീതെ വലിയ ഒരു വെല്ലുവിളിയായി നിന്ന കാലത്ത് ദൈവം പ്രവാചകനായ ഏലിയായോട് പറഞ്ഞു, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വെള്ളം കുടിക്കാൻ ഒരരുവി വറ്റാതെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ, നിങ്ങൾ യേശുവിനെ അറിയാൻ വേണ്ടി വചനം വായിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ലോകത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന 100 കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്നാലും നിങ്ങൾക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ ദൈവത്തിനും സ്വർഗത്തിനും ഒരു ബാധ്യതയുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്.
അത് നിങ്ങളൊരു കാര്യം ഓർത്തോണം. അതായത് നിങ്ങൾ ദൈവത്തെയാണ് ഏകാഗ്ര ഹൃദയത്തോടെ ശുശ്രൂഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും മുടങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. അവിടെ നിങ്ങളെ യൂസഫ് അലി ആക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ നിങ്ങളെ അംബാനി ആക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾക്കൊരു കുറവുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ ആവശ്യമാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. പറഞ്ഞോ? അത് പറഞ്ഞത് എപ്പോഴാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കേട്ടോ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. മനസ്സിലായോ? കർത്താവിൻ്റെ പ്രാർത്ഥന ഇങ്ങോട്ട് കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ബന്നു വേണോ ഇനിയും? എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. ഇത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ ഞങ്ങൾക്ക് വേണ്ട ആഹാരം. അല്ലാതെ പ്രാർത്ഥന തുടങ്ങിയ ഉടനെ ഞങ്ങൾക്ക് വേണ്ട ആഹാരം, ഞങ്ങൾക്ക് വേണ്ട ആഹാരം, ഞങ്ങളുടെ പിള്ളേരുടെ അങ്ങനല്ല. അങ്ങയുടെ 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 നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. ഈ അങ്ങയുടെ 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 ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ ഞങ്ങളുടെ നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗസ്ഥനായ പിതാവയുടെ ആദ്യ ഭാഗം പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് അറിയണം, ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വരരുത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങൾ പട്ടിണി, ദാരിദ്ര്യം, ഒരു ദാരിദ്ര്യമില്ല. ദൈവത്തിന് തൻ്റെ മക്കളെ പോറ്റാൻ അറിയാം, ദൈവത്തിന് തൻ്റെ മക്കൾക്ക് വേണ്ടത് കൊടുക്കാൻ അറിയാം. ഒറ്റ കാര്യം പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, പ്രത്യാശയിൽ കണ്ണ് നട്ട് ജീവിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവർക്ക് വായിച്ചേ, ഉച്ചത്തി വായിക്കേ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഒന്നുകൂടെ വായിക്കണം, വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ നിത്യജീവൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പറ. നിത്യജീവൻ കിട്ടുന്നത് എങ്ങനെയാണ്? പിതാവിനെയും പുത്രനെയും അറിയുന്നത് വഴിയാണ് നിത്യജീവൻ കിട്ടുന്നത്. ഇതിൻ്റെ തുടക്കം. അതായത് രക്ഷയിലേക്ക് വളർന്നു വരാൻ, രക്ഷയെ ലക്ഷ്യം വെക്കാൻ, നിത്യജീവൻ കിട്ടാൻ ഒന്നാമത്തെ കാര്യം യേശുവിനെ അറിയുക, പിതാവിനെ അറിയുക. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗമ പറയുന്നതല്ല. 16 കൊല്ലം 17 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല. 25 കൊല്ലം 50 കൊല്ലം 40 കൊല്ലവും പട്ടത്തച്ഛനൊക്കെ എത്രയോ കൊല്ലമായി. അപ്പോൾ ഈ 17 കൊല്ലം എന്നൊന്നും പറയുന്നത് വലിയ ഗമയൊന്നുമല്ല, സുവിശേഷ വേല ചെയ്തു തന്നു. പക്ഷേ ഒരു കാര്യം പറയുന്നത് അറിയാം, ഈ 17 കൊല്ലമായിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. 17 കൊല്ലമായിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ആകെ ഇതേ ഉള്ളൂ. 10 മിനിറ്റ് കിട്ടിയാൽ ഇത് പഠിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ആഗ്രഹം, അങ്ങനെ ഉള്ളൂ. ജീവിതത്തിൻ്റെ ലക്ഷ്യം അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. ഞാൻ നിങ്ങളോടൊരു കുമ്പസാരം നടത്തുകയാണ്. അങ്ങനെ 10-17 കൊല്ലമായിട്ട് ഈ പുസ്തകം വായിക്കാനും പഠിക്കാനും ജീവിതം മാറ്റിവെച്ച ഒരാൾ ഒരു തുറന്ന കുമ്പസാരം നടത്തുന്നു. ഈ കാലത്തിനിടയിൽ ഈ പുസ്തകത്തിലെ ഇങ്ങോട്ട് കാണാവോ, ഇത്രയും ഭാഗം പോലും പഠിക്കാൻ പറ്റിയിട്ടില്ല. അതായത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വചനം പഠിക്കാനും പ്രസംഗിക്കാനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ ഒരു തുറന്ന കുമ്പസാരം നടത്തുകയാണ്. ഈ കാലത്തിനിടയിൽ ഇതിനകത്ത് ഒരു 1500 പേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 200 പേജ് പോലും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പഠിച്ച് തീർന്നിട്ടില്ല, വായിച്ച് മനസ്സിലാക്കി തീർന്നിട്ടില്ല. ഇനി അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്, ആഴമറിയാത്ത പൊരുളുകൾ ഒരുപാട് കിടപ്പുണ്ട്. എന്തിനത് പറയുന്നതെന്നറിയാമോ? ഒരു ജന്മം മുഴുവൻ എടുത്താലും യേശുവിനെയോ യേശുവിലൂടെയുള്ള രക്ഷയോ മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ അത്ര വലുതാണ് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള അറിവിൻ്റെ വ്യാപ്തി. ആ സ്ഥിതിക്ക് കാര്യസാധ്യത്തിന് വേണ്ടി 4 വചനം എഴുതി ജീവിച്ചാൽ നിത്യരക്ഷയുടെ 7 അയലത്തെത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
അതുകൊണ്ട് ഈ കൺവെൻഷനെ സംബന്ധിക്കാൻ ആഗ്രഹത്തോടെ കടന്നു വന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഡിസംബർ മാസം 2-ാം തീയതി 25 നോമ്പിലേക്ക് പ്രവേശിച്ചു. 2 ദിവസമായി, 2ാമത്തെ ദിവസമാണ്. ഈ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ നോമ്പിൻ്റെ ഒരു നിയോഗം വെക്കണം. കർത്താവേ, 2023 യേശുവിനെ കുറെ കൂടി ആഴത്തിൽ അറിയാൻ എന്നെ സഹായിക്കണേ. യേശുവിലൂടെ രക്ഷയുടെ ആഴം അറിയാൻ എന്നെ സഹായിക്കണേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതായത് യേശുവിനെ ആഴത്തിൽ അറിയുന്തോറും എന്താ സംഭവിക്കുന്നതെന്നറിയാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം എടുക്കുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം എടുത്തിട്ട് 1 മുതൽ നമുക്ക് സാവധാനം നിർത്തി വായിക്കണം. നിങ്ങൾ തിരക്കൊന്നും പിടിക്കേണ്ട, നമുക്ക് സമയമുണ്ട്. നിർത്തി വായിക്കണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാവോ? എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. വായിക്കുന്നുണ്ടോ? വായിക്കേ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വെക്കുകയും ചെയ്യാതിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. 3 കാര്യമാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. എന്താണ്? 1, ദൈവത്തെ ആരാധിക്കുന്നവർ. 1 പറയൂ. 1 ദൈവത്തെ ആരാധിക്കുന്നവർ. പറയൂ. 1. 2 യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവർ. 2. 3 ജഡത്തിൽ പ്രത്യാശ വെക്കാത്തവർ. പറഞ്ഞേ. 3 ജഡത്തിൽ ശരണം വെക്കാത്തവർ. അപ്പം നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. റീസൺസ് 3 ആണ്. 1 ദൈവത്തെ ആരാധിക്കുന്നവർ. 2 യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവർ. 3 ജഡത്തിൽ ശരണം വെക്കാത്തവർ. അടുത്തത് വായിച്ചേ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കാമോ? ഞാൻ ഈ വാക്യത്തിൻ്റെ അർത്ഥം പറയാൻ ശ്രമിക്കാം. ഇങ്ങോട്ട് നോക്കാവോ? അതായത് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ യഥാർത്ഥ പരിച്ഛേദിതരാണ്. നമ്മളാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ. എന്താ കാര്യം? നമുക്ക് 3 കാര്യങ്ങളുണ്ട്. 1, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്തിനാണ് ആരാധിക്കുന്നത്? ഈ ജഡത്തിന് വേണ്ടിയോ ഈ ലോകത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് നിത്യത കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. 2, യേശുക്രിസ്തുവിലാണ് നമ്മുടെ അഭിമാനം. എന്നെ കേൾക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിലാണ് അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രവർത്തികളിലല്ല അഭിമാനം വെക്കുന്നത്. മനസ്സിലായി? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് രാവിലെ തൊട്ട് വചനം പ്രസംഗിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കുറേ നേരം വചനം പ്രസംഗിക്കാൻ പറ്റി, വളരെ സന്തോഷം. ഇതിലല്ല ഒരു ദൈവഭക്തൻ അഭിമാനം കൊള്ളുന്നത്. അഭിമാനം കൊള്ളുന്നത് എന്താ? കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റി, കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു, ദൈവത്തെക്കുറിച്ച് അറിയിക്കാൻ പറ്റി, യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റി. കർത്താവേ, നിന്നെക്കുറിച്ച് എനിക്ക് ഇത്തിരി നേരം മിണ്ടാൻ പറ്റി, അതിലാണ് സന്തോഷം. ജഡത്തിലല്ല ശരണം, യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവർ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 3-ാമത്തേത് ജഡത്തിൽ ശരണം വെക്കാത്തവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രവൃത്തിയിലും അല്ല നമ്മുടെ ആശ്രയം വെച്ചിരിക്കുന്നത്. തന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല, മറിച്ച് അവർക്ക് ക്രിസ്തീയ വിശ്വാസം ഏറ്റെടുത്ത എല്ലാ മക്കൾക്കും, കേൾക്കണേ, ക്രിസ്തീയ വിശ്വാസം ഏറ്റെടുത്ത എല്ലാ മക്കൾക്കും തങ്ങളുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അഹങ്കാരമില്ല. കാരണം എന്താ? ഒരു പ്രവൃത്തി, ഞാൻ 5000 കൺവെൻഷൻ നടത്തി, അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാനല്ല പ്രവർത്തിച്ചത്, കർത്താവാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് 1 സെക്കൻഡ് മതി, 1 സെക്കൻഡ് തികച്ചു വേണോ? നിങ്ങൾ നോക്കിയേ. അതായത് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന എന്നെ കർത്താവ് എടുത്ത് ഓടയിലോട്ട് ഇട്ടിട്ട് വേറൊരാളെ കയറ്റി വെക്കാൻ കർത്താവിന് 1 സെക്കൻഡ് വേണോ? വേണ്ടേ? നിങ്ങൾ പറ. 1 സെക്കൻഡ് തികച്ച് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? 1 സെക്കൻഡ് തികച്ച് വേണ്ട. ഇപ്പം എന്നെ ഇവിടുന്ന് നേരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടങ്ങ് കൊണ്ടുപോയി ആ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചാലോ? 1 സെക്കൻഡ് തികച്ച് വേണ്ട, എൻ്റെ തീർന്നു, സുവിശേഷ വേല അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഈ സുവിശേഷ വേല ദൈവത്തിൻ്റെ കരുണയാണ്, ആണോ? ഒരു വേദിയിൽ നിന്ന് കർത്താവിനെ പറയാൻ പറ്റി എന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ ഏതാണ്ട് മല മറിച്ചതിൻ്റെ മിച്ചം അല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാൽ ആണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രവൃത്തിയെക്കുറിച്ചും നമ്മൾ എന്തോ ചെയ്തു എന്ന് പറയാത്തവർ ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മളെങ്ങനെ പറയുന്നത്? ഞാൻ വെച്ച കെട്ടിടമാണ്, ഞാനാണ് അത് പണിഞ്ഞത്, ഞാനാണ് അത് വെച്ചത്, ഞാനാണ് അത്, മക്കളെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയോണ്ടാണ്, ഞാൻ പിള്ളേരെ എല്ലാം. മനസ്സിലായോ? ഞാനല്ല, പിന്നെ ആരാ? ഇത് കർത്താവിൻ്റെ
കൃപയാണ്. അതുകൊണ്ട് ഞാനൊരു ഉപദേശം തരട്ടെ. എന്ത് പറഞ്ഞാലും എങ്ങനെ പറയണ്ടേ? ദൈവകൃപയാൽ. പറഞ്ഞ എന്താ പറയണ്ടേ? ദൈവകൃപയാൽ. എനിക്കറിയാം, ഈ തൃശ്ശൂർ ഭാഗത്തൊരു ചേട്ടനെ എനിക്കറിയാം. അദ്ദേഹം അത്യാവശ്യം നല്ല സമ്പത്തൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. അതായത് എന്ത് പറഞ്ഞാലും കർത്താവിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിന്. ഞാൻ വിചാരിച്ചത് വെറുതെ ധ്യാനഗുരുവിനെ കണ്ട ഒരു ഗമയ്ക്ക് പറയും, അല്ലെ ധ്യാനഗുരുവിനെ കണ്ട അപ്പോൾ ഒന്ന് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണോ? ഞാൻ ശ്രദ്ധിച്ചു. അടുത്ത പ്രാവശ്യം കണ്ടപ്പോഴെന്താ പറയുന്നത്? അതായത് ഇതാ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവകൃപയാൽ. അത് അകത്തുനിന്ന് വരുന്നൊരു സാധനമാണ്. അതായത് ഒരു വ്യക്തിക്ക് നല്ല നിശ്ചയമുണ്ട്. എന്താണ്? ഞാനൊന്നും ചെയ്തതല്ല, മറിച്ച് ഇതെല്ലാം കർത്താവ് ചെയ്തതാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ജഡത്തിൽ പ്രത്യാശ വെക്കാത്തവർ ആരൊക്കെയാണ്? ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്നവർ. രണ്ട്, യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവർ. മൂന്ന്, ജഡത്തിൽ ശരണം വെക്കാത്തവർ. അടുത്ത വാക്യം വായിച്ചേ. എന്നിട്ട് പൗലോസ് പറയണ, എന്നാൽ എനിക്ക് എന്തെങ്കിലും ഗമ പറയാനാണെങ്കിൽ എനിക്ക് ഗമ പറയാനുണ്ട്, എനിക്ക് ജഡത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം 1, 2, 3, 4, 5, 6 അദ്ദേഹത്തിന് ഈ കേമത്തരം പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യമുണ്ട്, അത് ഞാൻ പറയാം. അത് പറയുകയാണ്. പറഞ്ഞേ, വായിച്ചേ. ശരീരത്തിൽ നിങ്ങൾ വായിക്കുന്നില്ല. ഞാൻ നിർത്തട്ടെ എന്നാ. എവിടെ വായിക്കുന്നത്? ഞാൻ കേട്ടില്ലല്ലോ. ബൈബിൾ പോലും കൊണ്ടുവരാത്ത ആളാ പറയുന്നത് വായിക്കുന്നെന്ന്. വായിച്ചേ. എന്നാൽ ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ, എനിക്ക് കേമത്തരം പറയാനാണെങ്കിൽ മക്കളെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. 1, 2, 3, 4, 5 വായിച്ചേ. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവൻ. 1, ഇസ്രായേൽ വംശത്തിലും പിറന്നവൻ. 3, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. 4, നിയമപ്രകാരം പരിസയൻ. 5, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. 6, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. 6 കാര്യങ്ങൾ പറയാണ്. ഗമ പറയാനാണെങ്കിൽ എനിക്ക് ഏത് യഹൂദനെക്കാളും എൻ്റെ ശരീരത്തിൽ പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിഞ്ഞ പ്രവൃത്തികളെക്കുറിച്ച് അഭിമാനിക്കാൻ എൻ്റെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ നേട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. 1, 2, 3, 4, 5, 6 6 കാര്യങ്ങൾ. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം പറയാൻ സാഹചര്യം ഉണ്ടായിരുന്ന, വകുപ്പുണ്ടായിരുന്ന ഇവയെല്ലാം, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് കേമത്തരം പറയാൻ വകുപ്പുണ്ടായിരുന്ന ഇതെല്ലാം, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം. വായിച്ചേ. ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ ഇതൊന്നും എൻ്റെ നേട്ടമായിട്ട് പറയുന്നില്ല, മറിച്ച് ഞാൻ എൻ്റെ നേട്ടമായിട്ട് എന്താ പറയുന്നത്? എനിക്ക് ജീവിതത്തിൽ ഒരൊറ്റ നേട്ടമേ ഉള്ളൂ. എന്താണ് എൻ്റെ നേട്ടം? തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താ? നിങ്ങൾക്ക് പൊങ്ങച്ചം പറയാൻ എന്താ ഉള്ളേ? ഞങ്ങൾക്ക് 2 നില വീടുണ്ട്, 2 ഫ്ലാറ്റുണ്ട്, ഞങ്ങൾക്ക് 4 വണ്ടിയുണ്ട്, ഞങ്ങൾ മക്കളെ കാനഡയിൽ എത്തിച്ചു. പറ, നിങ്ങൾക്ക് എന്താ പറയാം? നിങ്ങൾക്ക് പറ. ഞാൻ വല്ലതും എടുത്ത് എറിഞ്ഞാൽ ഉണ്ടല്ലോ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നേട്ടം? നിങ്ങൾക്ക് ഗമ പറയാനുള്ളത് എന്താ? പറ. അല്ലല്ല, നിങ്ങൾക്ക് നേട്ടം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറ. ആ അതായത് ഒറ്റ കാര്യമുള്ളെന്ന് പൗലോസ് പറയാണ്. എനിക്ക് പൊങ്ങച്ചൻ പറയാനാണെങ്കിൽ ഞാൻ സീറോ മലബാറുകാരൻ, ഞാൻ ഉന്നത കുലത്തിൽ പിറന്നവൻ, ഞാൻ ഇന്ന സഭയപ്പെട്ടവൻ, ഞാൻ ഇന്ന പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ, ഞാൻ മാമോദീസ തോമാശ്ലീഹ മുക്കിയ ആൾ, ഞങ്ങൾ പണ്ട് 2000 കൊല്ലമായിട്ട് ക്രിസ്ത്യാനികൾ, പിന്നെ ഞങ്ങൾ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആൾ, ഞങ്ങൾക്ക് ഇത്രയും കടകളുള്ള ആൾ, ഇത്രയും ബിസിനസ്സുള്ള ആൾ, ഞങ്ങൾ മക്കളെ ഇതൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാം ശവപ്പെട്ടി കൊണ്ടുവെക്കാനേ കൊള്ളൂ. ഇതെല്ലാം ശവപ്പെട്ടി കൊണ്ട് വെക്കാനേ കൊള്ളൂ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടോ. എന്തിനാ തീരാൻ പോവാ? ഇത് ഞാൻ കഴിഞ്ഞാൽ മുങ്ങും. എന്താണ് ഞാൻ പറയുന്നത്? ഇതെല്ലാം ശവപ്പെട്ടി വെക്കാനേ കൊള്ളൂ. പൗലോസ് പറയുകയാണ്, എനിക്കിതൊന്നും പറയാനില്ല, എനിക്ക് പറയാനാണ് ഇതെല്ലാം എനിക്കും പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇതൊന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എന്താ? എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ വഴിത്തിരിവിൽ എനിക്കെൻ്റെ കർത്താവായ യേശുവിനെ കിട്ടി. എനിക്ക് വേറെ ഒരു പിണ്ണാക്കും പറയാനില്ല. മനസ്സിലായോ? നിങ്ങൾ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞ എനിക്ക് വേറെ ഒരു തേങ്ങയും പറയാനില്ല. മനസ്സിലായോ? എനിക്ക് ആകെ ഇത്രേ പറയാനുള്ളൂ. എന്താ പറയാനുള്ളത്? എനിക്കെൻ്റെ
കർത്താവിനെ കിട്ടി, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടി. ദമാസ്കസിൻ്റെ നഗര കവാടത്തിൽ വെച്ച് ഒരു അശ്വത്തിൻ്റെ പുറത്തേറി അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന് എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് എൻ്റെ കാഴ്ച ഒരു കണ്ണടഞ്ഞപ്പോൾ വേറൊരു കണ്ണ് തുറക്കപ്പെട്ടു. ഇന്നലെ വരെ കണ്ടത് കാണാതായപ്പോൾ ഇന്നലെ വരെ കാണാത്തൊരുത്തൻ്റെ തേജസ് എനിക്ക് വെളിപ്പെട്ട് കിട്ടി. എനിക്ക് യേശുവിനെ കിട്ടി. ഹല്ലേലൂയാ, എനിക്ക് യേശുവിനെ കിട്ടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ കൺവെൻഷൻ പന്തലിൽ നിന്നും ഇറങ്ങി നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഓൺലൈൻ ചാനലുകൾ സുവിശേഷത്തെ താറടിക്കാൻ സുവിശേഷകരെ താറടിക്കാനൊക്കെ കാത്തിരിക്കുന്ന ചാനലുകളോ പ്രസ്ഥാനങ്ങളോ പത്രങ്ങളോ മാധ്യമങ്ങളോ ആളുകളോ ഒക്കെ ഇങ്ങനെ മയക്കും പിടിച്ച് ഈ ജെറുസലേം കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: രോഗശാന്തി കിട്ടിയെന്നല്ല, സ്ഥലം കച്ചവടം നടന്നു എന്നല്ല, നടുവേദന തലവേദന പുറംവേദന മാറിയെന്നല്ല, ക്യാൻസർ മാറിയെന്നല്ല. ചാനലുകാരാ, ഞങ്ങൾക്ക് കർത്താവിനെ കിട്ടി. ഹല്ലേലൂയാ, ഞങ്ങൾക്ക് യേശുവിനെ കിട്ടി. നിങ്ങൾക്ക് ഈ വിശ്വാസം കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? പിള്ളേർ ചോദിക്കും നിങ്ങളുടെ മുഖത്ത് നോക്കി, അമ്മ ഈ പ്രാർത്ഥനയും കൊന്തയും നൊവേനയും കൊണ്ട് നടന്നിട്ട് അമ്മയ്ക്ക് എന്നാ കിട്ടി? എനിക്ക് എൻ്റെ കർത്താവിനെ കിട്ടി. എടാ പൊട്ട ചെറുക്ക, എനിക്ക് സ്വർഗം കിട്ടിയടാ. ഹല്ലേലൂയാ. ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ആത്മാവിനെ എൻ്റെ ദൈവം കൂട്ടിക്കൊണ്ടുപോകാൻ മാലാഖമാരിറങ്ങി വരുവിടാ കൊച്ചേ. അത് കഞ്ചാവ് പിടിക്കുന്ന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കൊച്ചേ എന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അപ്പസ്തോലൻ പൗലോസ് പറയുകയാണ്, 3-ാം അധ്യായത്തിൽ പറയുകയാണ്, എനിക്ക് പൊങ്ങച്ചം പറയാനുണ്ടായിരുന്ന എല്ലാം ഞാൻ മാറ്റിവെച്ചു. എനിക്ക് അതൊന്നും പറയാനില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പറയാനുള്ളൂ. എന്താണ്? വായിച്ചേ, എന്താ വായിച്ചേ? അതായത് എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം, 7-ാമത്തെ വാക്യം, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. അടുത്ത വാചകം, ഇവ മാത്രമല്ല. അടുത്ത വാചകമാണ്, നിങ്ങൾ എഴുതി ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ വെക്കണം, അല്ലെങ്കിൽ എഴുതി ലാമിനേറ്റ് ചെയ്ത് ഭിത്തിയിൽ വെക്കണം. എന്താ? ഇത് മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ജ്ഞാനത്തിന് വേറൊരു വാക്ക് പറഞ്ഞേ. ജ്ഞാനത്തിന് വേറൊരു വാക്ക് പറഞ്ഞേ. അറിവ്. ജ്ഞാനത്തിൻ്റെ വേറൊരു വാക്ക് അറിവ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത്, യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്, യേശുവിനെ കുറിച്ച് കൂടുതൽ വായിക്കുന്നത്, യേശുവിനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്നത്, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നാ കിട്ടി ജെറുസലേം കൺവെൻഷൻ കഴിഞ്ഞ്? ഞങ്ങൾക്ക് കർത്താവിനെ കിട്ടി. വേറെ ഒന്നും കിട്ടിയില്ലേ? വേറെ എന്ത് കിട്ടുന്നതിനേക്കാളും വിലയല്ലേ മോനെ കർത്താവിനെ കിട്ടിയ? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ. വാക്ക് വായിച്ചേ. സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. വായിച്ചേ. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് യേശുക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. യേശുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. യേശുവിനെ, സിസ്റ്റേഴ്സ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ശ്രദ്ധിക്കാവോ? അതായത് ഒറ്റ ലക്ഷ്യമുള്ളൂ സമർപ്പണ ജീവിതത്തിന്, ഒറ്റ ലക്ഷ്യം. സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അതായത് ഒറ്റ ലക്ഷ്യമുള്ളൂ. അതായത് യേശുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും ഒറ്റ ലക്ഷ്യമുള്ളൂ. ഊണിൽ ഉറക്കത്തിൽ ഒരു അച്ഛൻ ഒരു സിസ്റ്ററിന് ഒറ്റ വിചാരമേ ഉള്ളൂ: യേശുവിനെ എങ്ങനെ നേടാം, യേശുവിനോട് എങ്ങനെ ഒന്നായി മാറാം, എങ്ങനെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാം, എങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാം, എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി കുറച്ചുകൂടെ കഷ്ടപ്പെടാം, എങ്ങനെ ഈശോയെ ലോകത്തിന് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കാം, എങ്ങനെ യേശുവിനെ വിശ്വസനീയമായി അവതരിപ്പിക്കാം, എങ്ങനെ യേശുവിനെക്കുറിച്ച് കൂടുതൽ ആളുകളോട് പറയാൻ. അവർക്ക് പറഞ്ഞേ ഹാലേലുയാ. ഒറ്റ കാര്യമുള്ളൂ, ഇത് യേശുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ലുള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിനുള്ള നീതി. അത് വായിച്ചേ, 10-ാമത്തെ വാക്യം. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അത് ഇനി അടുത്ത ഇനി നമ്മൾ കണ്ടുമുട്ടുന്നൊരു സമയത്ത് കർത്താവ് അനുവദിച്ചാൽ, എനിക്ക് ദൈവം ആരോഗ്യം തന്നാൽ, അന്ന് ഞാൻ തൃശ്ശൂർക്കാരോട് ഇത് പറയാം. എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി? അത് അവനെ അറിയുന്നതിനും ഉത്ഥാനത്തിൻ്റെ ശക്തി, റിസറക്ഷൻ പവർ. ഇതാണ് ക്രിസ്ത്യാനിയുടെ റെഡ് ഷാളിട്ട ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഈ ചേച്ചിയുടെ അകത്ത്
മാമോദീസായിലൂടെ യേശുവിലുള്ള വിശ്വാസം വഴി നിറഞ്ഞിരിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തി. ഉത്ഥാനത്തിൻ്റെ ശക്തി. സിറോ മലബാർ കുർബാനയിൽ ഉത്ഥാന ഗീതമുണ്ട്. അതേതാ? ഉത്ഥാന ഗീതമുണ്ട്. അതേതാ? ഉത്ഥാന ഗീതം ഏതാ? ആണോ? ആണോ? ഉത്ഥാന ഗീതം കുർബാന പുസ്തകം ഉണ്ടോ ആരുടെയും കൈ? കുർബാന പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് അതിൻ്റെ മേളിൽ, ആ പാട്ടിൻ്റെ മേളിൽ ഉത്ഥാന ഗീതം എന്ന് എഴുതിയിട്ടുണ്ട്. പറ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങിയല്ല, അത് മാറ്റി. നിൻ സ്തുതി ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയും. ഉത്ഥാനത്തിൻ്റെ ശക്തി, ഉത്ഥാനം, റിസറക്ഷൻ പവർ. നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്തൊരു മനുഷ്യനും ഇല്ലാത്ത ശക്തിയാണ് മാമോദീസ മുങ്ങിയവൻ്റെ അകത്ത് കിടക്കുന്നത്. റിസറക്ഷൻ പവർ, ഉത്ഥാനത്തിൻ്റെ ശക്തി. ഒരു ബോംബ് പോലെ നമ്മളിൽ ആ ദൈവശക്തി പൊട്ടിപ്പുറപ്പെടുന്നതിന് എന്താ പൗലോസപ്പോസ്തലൻ പറഞ്ഞു തന്ന വഴിയിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ എന്നോടൊന്ന് ഉറക്കെ പറയാവോ? എന്താണ് 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 നിങ്ങൾക്ക് മനസ്സിലായത്? പറയാവോ? ഈ ഉത്ഥാനത്തിൻ്റെ ശക്തി പുറത്തു വരുന്നതിന് എന്താണ് എന്താണ് പൗലോസപ്പോസ്തലൻ പറഞ്ഞ വഴി? പറയാവോ? അതൊന്നുമല്ല, അത് പിന്നെ അതവനെ അറിയുന്നത് വഴിയാണ് ലഭിക്കുന്നത്. അറിയുന്നത് വഴി. നിങ്ങൾ യേശുവിനെ അറിയും തോറും, ഞാനിത് പറഞ്ഞിട്ട് പോവാ തൃശ്ശൂരിന്ന്, എന്നെ കേട്ടെ. യേശുവിനെ നിങ്ങൾ അറിയും തോറും നിങ്ങളിലുള്ള ഉത്ഥാനത്തിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നെ ഈ തിരുവനന്തപുരത്തിന് അപ്പുറത്ത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സഹോദരങ്ങൾ അവരുടെ അപ്പനെയും കൊണ്ട് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഡാനിയേൽ അച്ഛൻ്റെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതാണ്, അപ്പച്ചന് ഒത്തിരി ആഗ്രഹമാണ് അച്ഛനെ ഒന്ന് കാണണമെന്ന്, അതുകൊണ്ട് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു, അപ്പച്ചാ എന്തിനാണ് അപ്പച്ചൻ വെറുതെ കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്? കാരണം എന്നെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, യൂട്യൂബിൽ കണ്ടാൽ ഞാനൊരു നല്ലവനാണെന്ന് വിചാരിക്കും, അടുത്ത് കണ്ടാൽ നിങ്ങളുടെ ആ ധാരണ മാറും. അപ്പോൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ കൂടുതൽ അടുത്ത് കാണാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഉള്ള സൽപ്പേര് നിങ്ങളുടെ അടുത്ത് നിലനിർത്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ക്യാൻസറാണ്. എനിക്ക് ക്യാൻസറാണ്. എനിക്കത് 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റേജ് കണ്ടൊക്കെ ഈ അടുത്ത ഇടയ്ക്ക് അറിഞ്ഞ് നല്ല വെള്ളയൊക്കെ ഇട്ട് നല്ല മാലാഖയെ പോലിരിക്കുന്നൊരപ്പച്ചൻ, എനിക്ക് ക്യാൻസറാണ് അച്ഛാ. അച്ചോ ഇനി എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അച്ഛാ. എനിക്ക് കർത്താവിൻ്റെ അടുത്തോട്ട് പോകാറായി, ഇനി അധിക കാലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചൻ പറയുകയാണ്, ആളോ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്, ദൈവമേ ഒരു ദിവസം സഫലമാവാൻ ഇതുപോലൊരുത്തം വന്നാൽ മതി. അപ്പച്ചൻ എന്നോട് പറയുകയാണ്, അച്ഛാ ഇനി അധിക നാളൊന്നും ഇല്ല, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ കർത്താവിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മക്കൾ എന്നോട് പറയുകയാണ്, അപ്പച്ചൻ പറയുകയാണ്, ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഒന്നും വേണ്ട, നല്ലതല്ലേ, കർത്താവിൻ്റെ അടുത്തോട്ട് പോകുന്നത് നല്ലതല്ലേ, കർത്താവിനെ കാണാമല്ലോ, കർത്താവിൻ്റെ അടുത്ത് ചെല്ലാമല്ലോ, കർത്താവിനോട് മിണ്ടാമല്ലോ, എൻ്റെ യേശുവിൻ്റെ അടുത്ത് പോകാമല്ലോ. അച്ഛാ അതിന് മുമ്പ് ഇനി അച്ഛൻ മരിച്ച് അവിടെ വരാൻ ഞാൻ ഒരുപാട് കൊല്ലം നോക്കിക്കണ്ടേ? അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് എങ്ങോട്ട് പോകാമെന്ന്? മേളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ദൈവമേ ഒരു ദിവസം സമ്പന്നമാവാൻ ഇതുപോലൊരാൾ വന്നാൽ മതി. മനസ്സിലായോ? അതായത് ക്യാൻസർ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ അപ്പച്ചൻ പറയുകയാണ്, ക്യാൻസറേ എനിക്ക് നിന്നെ ഭയമില്ല. കാരണം എന്തെന്നറിയാമോ? എനിക്ക് ഉത്ഥാനത്തിൻ്റെ ശക്തി അറിയാം. എനിക്ക് ഉത്ഥാനത്തിൻ്റെ ശക്തി അറിയാം. സിറോ മലബാർ കുർബാനയിലെ ഉത്ഥാനഗീതം പാടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷ, എനിക്ക് ഈ രക്ഷ തരാൻ അല്ലേ നേടുമവൻ സ്വർഗം നിശ്ചയമായി. അതേതാണ്?
സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ. ഈ പാട്ടൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ക്യാൻസറേ എനിക്ക് നിന്നെ ഭയമില്ല, അല്ലേ? സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടും അവൻ സ്വർഗം നിശ്ചയമായി. ഇതൊക്കെ ഞാൻ ചൊല്ലുന്ന ആളാണ്. ക്യാൻസറേ എനിക്ക് നിന്നെ ഭയമില്ല. വയനാട്ടിലുള്ള ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനി ഇങ്ങനെ പാടുമായിരുന്നു: എൻ്റെ ക്യാൻസറും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ക്യാൻസറും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ആത്മാനന്ദ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ സഭയിലെ ബഥനി സന്യാസ സമൂഹത്തിലെ അച്ഛനായിരുന്നു. എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. അദ്ദേഹം വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നട്ടെല്ലിന് ക്യാൻസർ ആയിരുന്നു. നട്ടെല്ലിന് ക്യാൻസർ അത് ബാധിച്ച് അദ്ദേഹം വയ്യാതെ കിടക്കുന്ന കാലത്തെല്ലാം, അതിന് മുമ്പും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഓരോ സമയത്തും കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവസാന കാലമൊക്കെ എത്തിയപ്പോൾ എഴുന്നേറ്റ് വന്ന് കതക് തുറക്കാൻ പറ്റില്ല, കിടക്കുകയാണ്. അപ്പോൾ കതക് ചാരി ഇട്ടിരിക്കും. അപ്പോൾ ഞാൻ ചെന്ന് കൊട്ടും, അച്ചോ ഞാനാണ്, എന്താ മോനെ കുമ്പസാരിക്കാൻ വന്നാ, തുറന്ന് കയറി വാ. തുറന്ന് കയറി ചെല്ലും. തുറന്നിങ്ങനെ കതക് തുറക്കാൻ വേണ്ടി ആ പാളി ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഡോറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, ക്യാൻസർ ? ക്യാൻസർ ? അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ? ആളുകൾ ചോദിക്കുന്നതാണ്. അയ്യോ അച്ഛന് ക്യാൻസർ ആണോ? അതാണ് ആ ചോദ്യം. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, ക്യാൻസർ ? അത് കഴിഞ്ഞിട്ട് അച്ഛൻ എഴുതിയിരിക്കുകയാണ് യെസ്, അതെ. അതിനടിയിൽ മൂന്നാമത് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു സോ വാട്ട്? അതിന് എന്ത്? മേളിലൊരു ജീവിതം കണ്ടവന് ഇതൊക്കെ എന്ത്? മേളിലൊരു ജീവിതം കണ്ടവന് ഇതൊക്കെ എന്ത്? ഭാര്യ ഉപേക്ഷിച്ചവൻ, ഭർത്താവ് ഉപേക്ഷിച്ചവൻ, മക്കൾ കൈവിട്ടവൻ, മേളിലൊരു ജീവിതം കണ്ടവന് നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്താണെന്നറിയാം? സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം തുള്ളിച്ചാടി നടക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച സകലരും കാണുക സന്തോഷത്തോടെ നടക്കണം. അത് പത്തായത്തിൽ വെച്ച വാഴക്കൊല കണ്ടിട്ടല്ല, മറിച്ച് മേളിലൊരു ജീവിതം കണ്ടിട്ടാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മേളിലൊരു ജീവിതം കണ്ടിട്ടാണ്. പത്തായത്തിൽ വെച്ച വാഴക്കൊല കണ്ടിട്ടല്ല, ഫ്ലാറ്റിൻ്റെ പൊക്കം കണ്ടിട്ടല്ല, ഏക്കറിൻ്റെ വലിപ്പം കണ്ടിട്ടല്ല, ബാലൻസിൻ്റെ കനം കണ്ടിട്ടല്ല. തുള്ളിച്ചാടി നടന്നോണം. എന്ത് കണ്ടിട്ടാ? നിങ്ങളെ കുറ്റപ്പെടുത്തി അപവാദം പറഞ്ഞാൽ, നിങ്ങളെ ദ്രോഹിച്ചാൽ, നിങ്ങളുടെ നാശം കാണണമെന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങളെ നാണം കെടുത്തണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ, നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത സകല മനുഷ്യരുടെ മുമ്പിലും തുള്ളിച്ചാടി നടന്നോണം. തുള്ളിച്ചാടി വരുന്ന ആട്ടിൻകുട്ടിയെ പോലെ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടി നടന്നോണം. ഒരു കാര്യം, ഈ ഭൂമി കണ്ടിട്ടല്ല, മേളിലൊരു ജീവിതം കണ്ടിട്ട്. എന്താണെന്നറിയാമോ? മേളിൽ ചെല്ലുമ്പോൾ നിത്യതയുണ്ടാകും. നിത്യത. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാൻ എന്ന് കരം കടിച്ച് കർത്താൻ പറഞ്ഞു. ഉത്ഥിതരായിടുവാൻ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാട്ട് പാടുന്ന സീറോ മലബാറുകാരാ. ഈ പാട്ട് പാടുന്നവൻ എന്ത് ചെയ്യണം? ഞാൻ സീറോ മലബാറുകാർ മാത്രമല്ല ഇവിടെ നിന്ന് എനിക്കറിയാം കേട്ടോ, മറ്റുള്ളവരെ ഞാൻ നിസ്സാരമാക്കിയതല്ല. എന്നാൽ ഈ പാട്ട് പാടുന്നവർക്ക് അത് കൂടുതൽ ബോധ്യം ഉണ്ടാവണം. എന്ത്? മേളിലൊരു ജീവിതം കണ്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. മേളിൽ ഉത്ഥിതരാവാനാണ് ഞങ്ങൾ നടക്കുന്നത്, ഉത്ഥാനത്തിൻ്റെ ശക്തി അറിയുന്നതിന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്നാ കിട്ടി? കൺവെൻഷൻ രണ്ടാന്നില്ല, 4 ലക്ഷം വന്നിട്ട് എന്നാ കിട്ടി? എന്നാ പെണ്ണാക്ക് കിട്ടി? കർത്താവിനെ കിട്ടി. ഒരിക്കലും ലോകത്തിന് എടുത്തു മാറ്റാൻ, ഇന്ന് നടുവേദന മാറിയാൽ നാളെ പുറം വേദന വരില്ലേ? ഇത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി. അങ്ങനെ കണ്ടൊരു നിയമമുണ്ട് എക്കണോമിക്സിൽ. അതായത് ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ കഴിയും തോറും. ഇപ്പം നിങ്ങൾ ഇന്ന് എന്നെ കണ്ടു, ഇനി അടുത്ത പോലെ എന്നെ കണ്ടാൽ അപ്പോൾ അയ്യോ ഇയാൾ വയസ്സായല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം എന്താണ്? ഇതിങ്ങനെ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. ഇവിടെ എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു ധനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം.
മൺകുടത്തിലാണ് ഈ നിധി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, പക്ഷെ തകർക്കപ്പെടുന്നില്ല. എല്ലാ വിധത്തിലും ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കാരണം എന്താണ്? കൂടുതൽ അമൂല്യമായ ഒരു നിക്ഷേപം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ആ പ്രത്യാശ കർത്താവ് ഈശോ മിശിഹാ നമുക്ക് കുർബാനയിലെ പ്രാർത്ഥന എല്ലാം ചൊല്ലുമ്പോൾ ഇനി ഓരോ വരിയും വായിക്കുമ്പോൾ എവിടൊക്കെയാണ് സ്വർഗത്തിൻ്റെ പ്രത്യാശയെന്ന് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നിങ്ങളുടെ കുർബാന മുഴുവൻ, അതെല്ലാ കുർബാനയിലും അതാണ്. എല്ലാ കുർബാനയിലും ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആരാധനയാണ് സഭയുടെ ആരാധന. നിത്യത, സ്വർഗം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിനെ നമ്മൾ ഹൃദയം നൊന്ത് ആരാധിക്കുന്ന സമയത്ത് വലിയ ദൈവശക്തി വ്യാപരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അഭിഷേകത്തിൻ്റെ വലിയൊരു ആരാധന നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് ശക്തമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വലിയ വിശ്വാസത്തിൻ്റെ വലിയ വളർച്ച, നമുക്ക് സ്വർഗം നോക്കി ജീവിക്കാനുള്ളൊരു ധൈര്യം. പിന്നെ നിങ്ങൾ വിഷമിക്കുക, നമ്മുടെ കണ്ണുനീരിലെല്ലാം ദൈവം ഇടപെട്ടോളും. അതൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇപ്പം ഇന്ന് വന്നപ്പോൾ കുഞ്ഞു ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷമിക്കേണ്ട, ദൈവം അത്ഭുതം പ്രവർത്തിക്കുക.